മൂന്നാം വട്ടം പിണറായി വന്നതിന് ചേട്ടൻ്റെ എന്നാ അഭിപ്രായം? എൻ്റെ പൊന്നു സുഹൃത്തെ, പിണറായി വിജയനൊന്നും ഇനി വരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയനോടും ആ പറഞ്ഞതിനോടുള്ള എതിർപ്പാണ് ഇപ്പോൾ UDF കിട്ടിയെന്ന് അംഗീകാരം. പൊന്നു സുഹൃത്തെ, പിണറായി വിജയനൊന്നും ഇനി വരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതന്നെ കാരണം എന്നാ? കാരണം എന്ന് പറയുക, ഒരു മുഖ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഈ ജനങ്ങളോടൊന്നും അടുത്തിടവഴിയൊക്കെ നിൽക്കണ്ട. ഇതൊരുമാതിരി എന്നാ പറയണ്ട, നമ്മളൊക്കെ എന്താ ശത്രുക്കളായിട്ടാണ് പുള്ളി കാണുന്നത്. അല്ല, ഭരണം മടത്തോണ്ടാണോ? ഭരണം എടുത്ത് ഇമാതിരി ഒരു ഭരണം എന്ന് പറഞ്ഞാൽ, എടാ ഞാനൊക്കെ PSC പുറകെ ഒരുപാട് നടന്നതാണ്. എന്നെ കഴിഞ്ഞ് സീനിയറായിട്ടുള്ള ആൾക്കാർ, ഈ പാർട്ടി പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഈ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഓരോ സർക്കാരിൻ്റെ ഓരോ ജോലി സ്ഥലങ്ങളിൽ. അപ്പം ഞാനൊക്കെ വെറുത്ത് മടുത്ത് അവിടെ നിന്നിട്ട് പോകുന്നതാണ്. ഇതൊക്കെ കൊണ്ടാണ് മെയിൻ കാരണം തന്നെ ഈ പിണറായി സർക്കാർ ഇനി അധികാരത്തിൽ വരണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ UDF വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതറിയാൻ മേല. ഇവന്മാരെല്ലാവരും ഇങ്ങനെ കുറച്ച് അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ UDF വന്നാൽ ഈ അഴിമതി ചെയ്യുന്നതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് കിട്ടായിരിക്കും. ഈ ഒരു വർഗീയതയൊക്കെ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിൻവാതിൽ നിയമനമൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം രക്ഷപ്പെട്ടൊന്ന് കൂട്ടിയാൽ മതി. BJP പിടിക്കുന്നു തോന്നുന്നുണ്ടോ? BJP വരുവാണോ വരട്ടെ. പക്ഷേ ഇവരുടെ കർശന നിയമങ്ങളൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴേ അതൊക്കെ ആരെങ്കിലും വരുവാണ്. എനിക്ക് തോന്നുന്നില്ല BJP പിടിക്കില്ല. BJPക്ക് ഒന്ന് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് ഇവിടെയൊക്കെ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവർ ഭയങ്കരമായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർമാരും സിനിമാ പ്രവർത്തകരും എല്ലാവരും ഈ BJPയിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ, ഇവർ ഭയങ്കരമായിട്ട് ഫണ്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടുള്ളൂ. അല്ല ചേട്ടാ, പിണറായിയോട് ഇങ്ങനെ വൈരാഗ്യം വല്ലതും ആണോ, അതോ ഇങ്ങനെ ചാൻസ് വല്ലതും കിട്ടാത്തതുകൊണ്ടാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ PSCയുടെ കേസ് കൊണ്ട് മാത്രം പിണറായിനെ വെറുത്തുകയാണോ, അതോ ഭരണമാണോ? PSCയുടെ മാത്രമല്ല, വേറെ എല്ലാ കേസ് കിട്ടും. അങ്ങനെ നമുക്കിപ്പോൾ ഒരു പരാതിയായിട്ട് പുള്ളിയുടെ അടുത്ത് പോകാൻ പോലും പറ്റത്തില്ല. പുള്ളി കണക്ക് പുറത്ത് നമ്മളെ അറ്റുപോകും. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, അപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ആരായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമില്ല. ഇവരൊക്കെ അല്ലേ സെലക്ട് ചെയ്തത്. വെറുതെ ഒരു VD സതീശനാകാൻ സാധ്യതയുണ്ട്. പുള്ളിനെ നുണേശൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളി അധികാരത്തിൽ കയറി ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഇപ്പോഴും പേടിയുണ്ട്. അപ്പോൾ എന്നാ ചേട്ടൻ്റെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. നമ്മുടെ നല്ല നായകന്മാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്യുതാനന്ദനാണെങ്കിലും മറ്റേ ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇവരൊക്കെ ആയിരുന്നു നല്ലൊരു പാർട്ടി നേതാക്കൾ. അപ്പോൾ ഇവരില്ലാത്ത സ്ഥിതിക്ക് വേറെ ആരെങ്കിലുമൊക്കെ കയറുക, അല്ലെങ്കിൽ ഇവിടെ വല്ല ഈ സൗദിയൊക്കെ പോലെ രാജഭരണം വരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ശരിയാക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ LDF വരണ്ട, തുടർച്ച ഇപ്പോൾ തുടർഭരണം വേണ്ടെന്നാണ് പറയുന്നത്? ഈ തുടർഭരണം വേണ്ടെന്ന് തന്നെ പറഞ്ഞത്. കാരണം ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ചില്ല കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്നാണ്. ചേഞ്ച് വേണം, പിന്നെ തീർച്ചയായിട്ടും ചേഞ്ച് വേണം. അപ്പോൾ UDF വരട്ടെ എന്നാണല്ലേ? വരട്ടെ. UDF BJP ആരെങ്കിലും വന്ന് നോക്കട്ടെ, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ നിലവിൽ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷെ ആരും പുറത്ത് പറയണില്ല. കാരണം അവർക്ക് പേടിയ ഭയ. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്നായിരിക്കും? ഇനിയുള്ളൊരു നമ്മുടെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ മാറ്റത്തിൻ്റെയും ഒരു വികസനത്തിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വികസനമൊക്കെ കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവർ. പകുതിയും തുടങ്ങിയിട്ടില്ല, എന്നാലും കുറച്ച് കാൽഭാഗം തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വികസനമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സംശയമുണ്ട്. ഇനി വരാൻ പോകുന്നൊരു കടുത്ത മത്സരം തന്നെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആണെന്നാണല്ലേ? പിന്നെ ഭയങ്കര ടൈറ്റ് മത്സരമായിരിക്കും ഇനി വരാൻ പോണ. ഓക്കെ, ശരി. ഒരു മാറ്റത്തിന് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്നത് വികസനത്തിൻ്റെ എന്തെങ്കിലും വികസനം, രണ്ട് തൊഴിലില്ലായ്മ, പഠിച്ച അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നില്ല. വിദ്യാർത്ഥികൾ അവിടെ സെക്രട്ടേറിയറ്റ് സമരം ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ UDF അധികാരത്തിൽ വരുന്നൊരു ടോപ്പിക് നമ്മൾ കേൾക്കുന്നുണ്ട്. ജനങ്ങൾ ഒന്നടക്കം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. ഈ ഭരണം മാറണം. ഈ ഭരണം തുടർച്ചയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുവാണ് ആരായിരിക്കും മിക്കവാറും കടന്നു വന്നത്? നമ്മുടെ UDF വരുവാണെങ്കിൽ എന്തെങ്കിലും രമേശ് ചെന്നിത്തലയോടാണ് താല്പര്യം. അതിനത് VD സതീശനാവില്ലെന്നോ? സതീശനാകണം താല്പര്യം. രമേശനാണ് ഇച്ചിരിയുടെ ഒരു കഴിവത്ര തലമൂത്തനായോണ്ടാണോ? അല്ല, പ്രാപ്തിയുള്ളത്. VDക്ക് അതില്ലെന്നാണോ? VDക്ക് അതില്ലെന്നുള്ളതാണ്. പകുതി പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD ആണ് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പച്ചപ്പിടിച്ച് വന്നതാണ്. അങ്ങനെയില്ല. ഇപ്പോൾ ഒരു തനകം വന്ന കാരണം നിൽക്കുന്ന, അല്ലാതെ VDയുടെയോ അവർ നേതാക്കന്മാർ ആരുടെയും കഴിവല്ല. ഇപ്പോൾ പിണറായി വിജയനോടും ആ ഭരണത്തോടുള്ള എതിർപ്പാണ് ഇപ്പോൾ UDF കിട്ടിയെന്ന് അംഗീകാരം. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കരുതല്. അപ്പോൾ പിണറായിയോട് ചേട്ടന് ഇപ്പോൾ കടുത്ത ഒരു ഭരണത്തിൻ്റെ ഒരു മാറ്റം? തീർച്ചയായിട്ടും. വ്യക്തിയോടല്ല, ആ ഭരണത്തോടാണ് എനിക്ക് എതിർപ്പ്. അപ്പോൾ അത് നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു ഭരണമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ മേഖലയും ഒരു പോസിറ്റീവ് ഒന്നും പറയാനില്ല. ഇപ്പം 10 വർഷം മുമ്പ് തന്നെ അങ്ങനെ ഇത് ഒരുപാട് സമയാസമയങ്ങൾ കൊടുക്കാതെ ഇലക്ഷൻ വരുമ്പോൾ കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ സമയാസമയത്താണ് കൊടുക്കണം പൈസ. അത് ഇവരാരുടെ ഔദാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും അവരാരുടെ ഔദാര്യമല്ലല്ലോ, നമ്മുടെ അവകാശമല്ലേ അത്. നമ്മുടെ നിന്ന് പിടിക്കുന്ന പൈസയല്ല നമുക്ക് തരുന്നത്. ഇവർക്ക് മാത്രം പോരല്ലോ, ജീവിച്ചാൽ പോരല്ലോ. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം ചെന്നവർ എത്രയോ പേരുണ്ട്. അവർക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ എത്രയോ പിള്ളേർക്ക് ക്യാൻസർ ആയിട്ടും അതും ഇതൊക്കെ ആയിട്ട് മരുന്ന് മേടിക്കും. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. KM മാണി സാർ കൊണ്ടുവന്ന
ആ ഒരു സ്കീം ഇവർ നശിപ്പിച്ചു കളഞ്ഞില്ലേ. എത്രയോ രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അപ്പൊ കേരളം ഒന്നടക്കം UDF വരണമെന്നാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഇത് UDF വന്നാൽ ഇത് തന്നെ ഒരു മാറ്റം വരണം. അത്രേ ഉള്ളൂ. എൻ്റെ ചിന്ത. UDF ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതല്ല ഇപ്പം UDF അല്ലേ വരാനുള്ളൂ. BJP ഒന്നും അതെ ഇവിടെ ഇവിടെ മോൺസിയായിക്കുള്ള സാധ്യത. BJPക്ക് കിട്ടുമോ സീറ്റ് ഇവിടെ? ഇവിടെ BJPക്ക് ഹോപ്പ് കുറവാണ്. ആണല്ലേ, BJPക്ക് അല്ലെങ്കിലും സീറ്റ് കിട്ടുന്നത് കുറവാണ്. അല്ല കിട്ടും, മൊത്തത്തിൽ പറഞ്ഞാൽ കിട്ടാതിരിക്കാൻ കാര്യമില്ല. ഏറെക്കുറെ ഒരു കുറച്ചാൽ കിട്ടും. ഭരണത്തിനുള്ള കിട്ടിയില്ലെങ്കിലും കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ഒന്നിലെ 2ാം സ്ഥാനത്ത് വരാൻ ഒരുപാട് സാധ്യത. രമേശ് പിഷാരടി ജയിക്കാറുണ്ടല്ലേ? പിഷാരടിയുടെ കാര്യം നമുക്കറിയില്ല. കറക്റ്റ് നമ്മൾ ആ മണ്ഡലമല്ല. പിന്നെ അയാൾ സിനിമ നടനാണ്, ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമാ നടനാണ്. അങ്ങനെ ഒരാൾ അവിടെ ഒരു MLA ആയിട്ട് വന്നിട്ടും കാര്യമില്ല. രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ വരണം. സിനിമാ നടനായിട്ട് വന്നിട്ട് അല്ലാതെ UDFന്റെ തന്ത്രമാണോ ഞാൻ ചോദിച്ചത്? ഇങ്ങനെ ഒരു സിനിമ അതാരെ നിർത്തിയാലും ജയിക്കും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ വരുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മരണം തള്ളപ്പിക്കാരനാണ്. കാരണം അവർ രാഷ്ട്രീയത്തിൽ തിളങ്ങിയവളാണ്. അവർക്ക് കഴിവുണ്ട്, അറിവുണ്ട്. ഷാർക്കായിട്ട് അതല്ല. തീർച്ചയായിട്ടും UDF നമുക്ക് ഈ ഭരണത്തോളം എതിർപ്പാണ്. ആരുടെ കത്തിക്കൊള്ളുന്ന നമ്മൾ പിന്നെ ആത്മഹത്യക്ക് തുല്യമാണ്. ഒരുപക്ഷെ ജനങ്ങൾ മാറ്റി ചിന്തിച്ച് വീണ്ടും പിണറായിലോട്ട് പോയെങ്കിലും കുറെ നശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നാട് നശിച്ചെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നാട് പിണറായിക്ക് ഇനി കൊടുത്താൽ നാട് നശിക്കും. തീർച്ചയായിട്ടും പിണറായി നല്ല ഇനിയും ഈ പാർട്ടിക്കാരെ ഭരിച്ചൊക്കെ നാട് നശിച്ചു പോകുള്ളൂ. ആ ഒരു ചിന്താഗതി ജനങ്ങളുണ്ട്. UDF വന്നാലാണ് അത് അവർ വന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ കുഴപ്പത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇവർ വന്നാലും ഉണ്ടാകണം നിർബന്ധമില്ല. എങ്കിലും ഇതിൽ ഭേദമായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും